ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയുള്ള പണമിടപാടുകൾ ഇത് നടത്താത്തവർ ഇന്ന് വളരെ വിരളമാണ്. സാധാരണക്കാർ മുതൽ സമ്പന്നർ വരെ ഈ ഒരു പാത പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയലാഭമുണ്ട്, ഒരുപാട് സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ 500, 1000 നോട്ടുകളുടെ കറൻസി നിരോധിച്ച സമയത്താണ് ഈ ഓൺലൈൻ ഇടപാടുകൾ നമ്മൾ വളരെ പരിചിതമായത്, അതിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയത്. ഓൺലൈൻ വ്യാപാരം വഴി ഏതെങ്കിലും തരത്തിൽ സാധനങ്ങൾ വാങ്ങാത്തവരും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും നല്ല ധാരണയുണ്ട്, വളരെ രീതിയിൽ അത് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിൻ്റെ സാധ്യത ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഭീകരവാദികളും തിരിച്ചറിയുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. കാരണം ഈ ഭീകരവാദികൾക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായം, അതിൻ്റെ ഉറവിടം പണ്ട് കാലത്ത് കള്ളപ്പണം ഇടപാടുകൾ അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾ വഴി ഭീകരവാദികൾക്ക് പണം എത്തിച്ചു കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കടമ്പ അവർക്കില്ല. ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നും അവർക്ക് ഓൺലൈൻ ഇടപാടുകൾ വഴി പണം സമ്പാദിക്കാം. അവരുടെ ശത്രുക്കൾക്കെതിരെ ആ പണം ഉപയോഗിച്ച് അവരുടെ ഭീകരപ്രവർത്തനങ്ങൾ നടത്താം, അവരുടെ ആശയപ്രചരണം നടത്താം. ഇത്തരത്തിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. FATF, അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, നമ്മുടെ ഈ ലോകത്തെമ്പാടുമുള്ള കള്ളപ്പണ ഇടപാടുകൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്ന ഫണ്ടിങ് അഥവാ ധനശേഖരണം തുടങ്ങിയവയെ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ടുകൾ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു ലോകോത്തര ഒരു ഏജൻസിയാണ് ഈ FATF എന്ന് പറയുന്നത്. അതായത് ഒരു പൊതു രാജ്യങ്ങളുടെ എല്ലാം തന്നെ പൊതു അംഗീകാരമുള്ള ഒരു വലിയൊരു ഏജൻസിയാണ് ഇത്. അപ്പോൾ ഈ FATF പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ട് ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ പുൽവാമ ഭീകരാക്രമണവും അതേസമയം തന്നെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ നടന്ന ആക്രമണവും ഇ കൊമേഴ്സ് വഴി അഥവാ ഓൺലൈൻ പണമിടപാടുകൾ വഴി ഭീകരവാദ സംഘടനകൾ പണം സ്വരൂപിച്ച് നടത്തിയ ഓപ്പറേഷൻസുകളാണ്, ഭീകരപ്രവർത്തനങ്ങളാണ് എന്നുള്ള തരത്തിൽ FATF ഒരു ഗുരുതരമായ കണ്ടെത്തൽ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ 2019 പുൽവാമ ഭീകരാക്രമണം ഉണ്ടായത്. ഏതാണ്ട് 40 CRPF ജവാന്മാരാണ് ആ അപകടത്തിൽ അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിൽ അവർ ജീവത്യാഗം ചെയ്തത് അല്ലെങ്കിൽ അവർ രക്തസാക്ഷികളായത്. അപ്പോൾ ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിച്ചത് ഓൺലൈൻ വഴിയാണ് എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത ഒരു വലിയ ഒരു പദ്ധതിയായിരുന്നു പുൽവാമ ഭീകരാക്രമണം. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 19ഓളം പേർ ഇതിനോടകം തന്നെ UAPA ചുമത്തി പിടിയിലായിട്ടുണ്ട്. അതിലേതാണ്ട് 7 വിദേശികളും ഉൾപ്പെടുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ, അല്ലെങ്കിൽ ഈ 19ഓളം പേർക്കെതിരെയാണ് ഇതിൽ കുറ്റം ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത ഈ ഭീകരാക്രമണത്തിൽ അതിൻ്റെ ആസൂത്രകർ ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഉള്ളത്. അവരെ വിട്ടുകിട്ടുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആവശ്യം ഇന്ത്യ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ നടന്ന അല്ലെങ്കിൽ ആ ഭീകരാക്രമണം നടത്താനായിട്ടുള്ള പണം, അതിൻ്റെ സാധന സാമഗ്രികൾ അടക്കം ലഭ്യമാക്കിയത് ഓൺലൈൻ ഇടപാടുകൾ വഴിയാണെന്നുള്ള കണ്ടെത്തലാണ് FATF പുറത്തുവിട്ടേക്കുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്ന പുൽവാമയിൽ സ്ഫോടനമുണ്ടാക്കാൻ ഉപയോഗിച്ച സ്ഫോടക വസ്തു നിർമ്മിക്കുന്നതിന് അലൂമിനിയം പൗഡർ ഒരു പ്രധാന അസംസ്കൃത വസ്തുവായി ആ സ്ഫോടക വസ്തുവിൽ ഉപയോഗിച്ചിരുന്നു. ഈ അലൂമിനിയം പൗഡർ ആമസോൺ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഈ ഭീകരവാദി സംഘടനകൾ വാങ്ങിയത് എന്നുള്ള വിവരമാണ് ഈ FATF പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ അലൂമിനിയം പൗഡർ അടങ്ങിയ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം, ഒരു വാൻ ഈ പറയുന്ന സൈനികരുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം ഉണ്ടാകുകയും സൈനിക വാഹനങ്ങൾ തകരുകയും അതിലുണ്ടായിരുന്ന 40ഓളം CRPF ജവാന്മാർ വീരമൃത്യു പ്രാപിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ സംഭവത്തിൽ ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ ഇടപാടുകൾ വഴി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ 2022 നടന്ന ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ സംഭവം, അതിൽ ഒരു സുരക്ഷാ ജീവനക്കാരന് നേരെ IS ആഭിമുഖ്യമുള്ള ഒരാൾ ആക്രമണം നടത്തിയതാണ് ആ സംഭവം. അപ്പോൾ ഈ പ്രതി ഈ പറയുന്ന ഓൺലൈൻ ഇടപാടുകൾ വഴി ഏതാണ്ട്
7 ലക്ഷം, അതായത് 6,70,000 രൂപ IS പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തു എന്നുള്ള വിവരമാണ് FATF പുറത്തുവിട്ടത്. അപ്പോൾ ഈ സംഭാവന ചെയ്യാൻ വേണ്ടി അയാൾ വളരെ നിഗൂഢമായ ഒരു പദ്ധതി തന്നെ ആസൂത്രണം ചെയ്തു. ഏതാണ്ട് പല VPNകൾ ഉപയോഗിച്ച് ഓൺലൈൻ വഴി, അതായത് അയാളുടെ ഉറവിടം എവിടെയാണെന്ന് അല്ലെങ്കിൽ അയാൾ ഏത് ലൊക്കേഷനാണെന്ന് മറച്ചു വെക്കാൻ വേണ്ടിയാണ് പല VPN അഡ്രസ്സുകൾ, അതായത് ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്ന അഡ്രസ്സാണ് VPN അഡ്രസ്സ് എന്ന് പറയുക. അങ്ങനെ പലതരത്തിലുള്ള VPN അഡ്രസ്സുകൾ ഉപയോഗിച്ച് അയാളുടെ ഉറവിടം മറച്ചു വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാളുടെ ലൊക്കേഷൻ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ 6,70,000 രൂപ സംഭാവന ചെയ്തത്. അയാൾ ഇത്തരത്തിൽ ഏതാണ്ട് 44ഓളം വിദേശ ഇടപാടുകൾ നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പേപാൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അയാൾ ഇതിനായി ഉപയോഗിച്ചത്. അപ്പോൾ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയ പേപാൽ അധികൃതർ അയാളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് പിന്നീട് സ്വീകരിച്ചത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഈ രീതിയിൽ പണമിടപാടുകൾ നടത്തി അത് IS ആഭിമുഖ്യം ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തതാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ FATFൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളിൽ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ സഹായകരമാകുന്ന തരത്തിൽ, എന്നാൽ മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഓൺലൈൻ വഴി വിൽക്കുക, അതൊരു സാധ്യതയാണ്. പിന്നീട് ഈ രാസവസ്തുക്കൾ, പലതരത്തിലുള്ള ഈ സ്ഫോടക വസ്തുക്കളാക്കി മാറ്റാൻ സാധ്യതയുള്ള പലതരം രാസവസ്തുക്കൾ ഓൺലൈനുകളിൽ വാങ്ങാൻ ലഭിക്കും. അത്തരത്തിൽ രാസവസ്തുക്കൾ വാങ്ങുക. പിന്നെ ചില സ്ഫോടക വസ്തുക്കളുടെ തന്നെ 3D പ്രിൻ്റുകൾ നിർമ്മിച്ചെടുക്കുക, അതും ഓൺലൈൻ വഴി സാധിക്കും. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴി സംഭാവനകൾ സ്വരൂപിക്കുക, അതിപ്പോൾ ചില വീഡിയോകളായിട്ട് പ്രസിദ്ധീകരിച്ച് ചില രോഗികളുടെ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എന്ന രീതിയിലൊക്കെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച് പണം സ്വരൂപിക്കുക. പക്ഷേ ഇതിൻ്റെ പണം എത്തിച്ചേരുന്നത് ചിലപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായിരിക്കും. പിന്നെ ഇത്തരം പണം സ്വരൂപിക്കുന്നത് മുഴുവൻ ഈ ചിന്നിച്ചിതറിയ ഒരു സാമ്പത്തിക നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടവും ഇതിൻ്റെ ഒരറ്റവും മറ്റേ അറ്റവും കണ്ടെത്തുക അന്വേഷണ സംഘങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ വളരെ ആസൂത്രണ മികവോടുകൂടിയാണ് ഈ ഭീകരവാദ സംഘടനകൾ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും FATF പുറത്തുവിടുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ ഒരു ഗുരുതരമായ ഒരു പരാമർശവുമുണ്ട്. ചില രാജ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി പണം നൽകുന്നുണ്ട്. എന്നാൽ ആ രാജ്യങ്ങൾ ഏതെന്ന് FATFൻ്റെ റിപ്പോർട്ടിലില്ല. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന പല ഭീകരവാദ സംഘടനകൾക്കും ആയുധവും പണവും നൽകുന്നു. അവരുടെ ബജറ്റിൻ്റെ ഒരു വിഹിതം തന്നെ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക്, ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് ഉള്ള വെള്ളവും വളവും നൽകുന്നതിന് വേണ്ടി പണം ചിലവഴിക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യ കൃത്യമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഇന്ത്യയുടെ ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ തന്നെയാണ് ഈ FATFൻ്റെ കരിമ്പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ കൃത്യമായി ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നു എന്നുള്ള കൃത്യമായ തെളിവുകൾ ഇന്ത്യ ഹാജരാക്കിയതിൻ്റെ പേരിലാണ് FATF അവരുടെ കരിമ്പട്ടികയിൽ ഈ പറയുന്ന പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏറ്റവും ഒടുവിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണം, അതായത് 26 പേരുടെ ജീവനെടുത്ത അല്ലെങ്കിൽ 26 പേരെ കൊന്നുകളഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിലും ഇത്തരത്തിൽ വിദേശ ഏജൻസികളുടെ പണം എത്തിയിട്ടുണ്ട് എന്നുള്ള FATF റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു. അതായത് ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് തന്നെ പഹൽഗാമിലും വലിയ രീതിയിൽ പണം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ആ പറയുന്ന കൃത്യം നിർവഹിച്ച ഭീകരവാദികൾക്ക് ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി അല്ലെങ്കിൽ വിദേശ പണമോ എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ FATF പുറത്തു വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ ഉള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈനുകളിൽ പണം ഇടപാട് നടത്തുമ്പോൾ നമ്മൾ കൃത്യമായും ശ്രദ്ധിക്കുക. നമ്മൾ ആർക്കെങ്കിലും ഇതേപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ നിരവധി ഉണ്ടാകും. പണം നൽകുമ്പോൾ അത് ആർക്കു വേണ്ടിയാണ്, ഏതിനു വേണ്ടിയാണ്, കൃത്യമായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും സംഭാവനകൾ നൽകാനായിട്ട് തുനിയാവൂ. അതേസമയം തന്നെ പല സൈറ്റുകളിലും ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ പല സാധനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായാൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അത് അധികൃതരെ അറിയിക്കുക. നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് അത്തരം കാര്യങ്ങൾ സഹായകരമാകും. ഇക്കാര്യത്തിൽ ഓരോരുത്തരുടെയും ജാഗ്രത തന്നെയാണ് പ്രധാനമായ സംഗതി.